നമസ്കാരം. നേതാക്കൾക്കൊക്കെ ചുമ്മാതെ ഓരോന്ന് തട്ടിവിട്ടാൽ പോരെ? തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടാൻ വേണ്ടി വർഗീയവാദികൾക്ക് കൈ കൊടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടാകില്ല ഇവരൊക്കെ നാലിടത്തും നാല് രീതിക്ക് പറയുമെന്ന്. അധികാരത്തിൽ വരാനായി ഒരേ സമയം BJP, RSS തുടങ്ങിയ തീവ്ര ഹിന്ദുത്വ വർഗീയതയുടെ പിന്തുണയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും കോൺഗ്രസ് നേടുന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് കെ മുരളീധരനാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ കെ മുരളീധരൻ വെളിപ്പെടുത്തി. 2019 മുതൽ അവരുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJPക്ക് ബദലായി കോൺഗ്രസ് എന്ന നിലപാടിന്റെ പുറത്ത് സ്വീകരിച്ചിട്ടുള്ള നയമാണിത്. ഇതേ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള CPM-ന് തമിഴ്നാട്ടിൽ പിന്തുണ നൽകിയതെന്നും അദ്ദേഹം പറയുന്നു. സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാരെന്നും സമുദായ നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ഇതേ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള തമിഴ്നാട്ടിൽ പിന്തുണ നൽകിയെന്നും അദ്ദേഹം പറയുന്നു. സാധാരണഗതിയിൽ NSSന്റെ ചടങ്ങിൽ കൂടുതലായും കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറുള്ളത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന പരാമർശം ചർച്ചയാക്കേണ്ടതില്ലെന്നും ഒക്കെ കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നുണ്ട്. ഇതേ കാര്യം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, കോൺഗ്രസ്, ലീഗ് ഐക്യം ഉണ്ടായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മുൻപ് തുറന്നു പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയായിരുന്നു മുരളീധരന്റെ ഈ വെളിപ്പെടുത്തൽ വന്നത്. പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും സഖ്യം ചേർന്നുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ചൂണ്ടിക്കാട്ടിയിരുന്നു. SDPയും ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം ചേർന്ന വിജയമാണ് കോൺഗ്രസിന് അന്നുണ്ടായത്. ഇതുവരെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാതിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഒരു കാലത്തും CPM ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടില്ല. മതേതര സ്വഭാവം കാണിക്കാൻ നേരത്തെ ചിലയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടത് സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ടാകാം. TK ഹംസയും MV ഗംഗാധരനും പൊന്നാനിയിൽ മത്സരിച്ചപ്പോൾ ഗംഗാധരനെ പിന്തുണച്ച ചരിത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. ഇതിൽ നിന്ന് തന്നെ അവരുടെ മതേതര നിലപാട് എത്രത്തോളം കള്ളമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ CPM ഒരിക്കലും അവരുടെ പിന്തുണ നേടിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിക്ക് പരസ്യമായ പിന്തുണയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത്. അത് എത്രത്തോളം അപകടകരമാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. അത് വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവം കോൺഗ്രസിനില്ല, ഒട്ടുണ്ടാകാൻ പോകുന്നുമില്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാവരും ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചുവെന്നും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും CPM-നെതിരെ ശക്തമായി വരികയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ച ചെയ്യാൻ CPIM ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിലെ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും SDPയും. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും മതേതരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഈ സംഘടനകളുമായുള്ള UDF കൂട്ടുകെട്ട് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയാൻ ഇനിയും കോൺഗ്രസുകാർക്കായിട്ടില്ല.